വെൽക്കം ബാക്ക് ടു പവർ ഗേൾസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളിങ്ങനെ പരിചയപ്പെടുത്തിയെന്ന് കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് റിച്ചു ആണ് എന്നെ അങ്ങനെ പരിചയപ്പെടുത്തി എന്ന് പറയുന്നത്, പിന്നെ ലച്ചുവിന്. പക്ഷേ ഒരു ടെസ്റ്റ് ഉണ്ട്. ഇന്ന് റമദാൻ 3 നാളെ റമദാൻ 4. നമ്മൾ മൂന്നാൾക്കാരും നാളെ നോമ്പെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നാളത്തെ വീഡിയോ ചിലപ്പോൾ ഇട്ടുള്ളൂ. ഇതാണ് നമ്മൾ ആദ്യത്തെ ഫുൾ വീഡിയോ. ഇന്ന് നമ്മൾ ഞാനും റിച്ച് ആദ്യമായിട്ടാണ് നോമ്പെടുക്കാൻ പോണത്. ഞാൻ 3ാമത്തെ നോമ്പാണ്, ഇവര് 4ാമത്തെ നോമ്പ്, ഒന്നാമത്തെ നോമ്പ്. അപ്പൊ റിച്ച് പറയും. ഞാൻ കണ്ടത് എങ്ങനെയാ വെച്ചാ, ഞാനും ലച്ചു മാത്രമുള്ള ഒരു ടൈമിലാ. ലച്ചുവിനെ ആദ്യം എങ്ങനെ കണ്ടു പറയും? അല്ല, ലച്ചുവിനെ കണ്ടെന്നൊക്കെ പറയണോ? ലച്ചുവിന്റെ വലിയച്ഛനെ മോളായിട്ട് ആദ്യം ഒരു കുടുംബത്തിന്റെ ഒരു കണക്ഷൻ ഒക്കെ ഞങ്ങൾ അംഗനവാടി മുതൽ ഒന്നും രണ്ടൊക്കെ നമ്മള് വേറെ പക്ഷെ എപ്പോഴും കണക്ഷൻ ഉണ്ട്. വീടിന്റെ അടുത്തും പിന്നെ കുടുംബമായിട്ടുള്ള ഇതുണ്ട്. അപ്പൊ അങ്ങനെ ലച്ചുവിനൊക്കെ കണ്ടുമുട്ടി സിമ്പിൾ ആയിട്ട് കഴിയും. ഷൈഫേനെ കണ്ടുമുട്ടിയ ഒരു കഥയാണ്. പക്ഷെ ആ കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറഞ്ഞു. ഞാൻ ആ പരിചയമില്ലാത്തവരൊന്നും അധികം മുണ്ടില്ല. പക്ഷെ ഇവര് ഞാൻ ഇങ്ങനൊക്കെ മുണ്ടിപ്പോയി. അതിന്റെ ഭാവി ഇവരെന്തൊക്കെയോ പറഞ്ഞിരിക്കണം. അത് മുഴുവൻ നിങ്ങൾ കേൾക്കണം. വെച്ചാല് ഇവർ രണ്ടാളും ചെയ്തതൊക്കെ നിങ്ങൾ കേൾക്കണം. സത്യസന്ധമായിട്ട് ഇവളിങ്ങനെയാവും, പിന്നെ നമ്മളിങ്ങനെ ഒരു ഇതിലെത്തിപ്പെടും. ഒരു ഫ്രണ്ട്ഷിപ്പ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് വേണമെങ്കിലും പറയാലോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ യൂട്യൂബ് ചാനല് തുടങ്ങണ തന്നെ നമ്മള് 3 ആളും കൂടിയ പ്ലാനിലാണ്. പക്ഷെ ഇവര് 2-3 വീഡിയോയില് എനിക്ക് ഇടാൻ കഴിഞ്ഞിട്ടുള്ളൂ. വെച്ചാൽ നമുക്കൊന്നും വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല. ഷോർട്സിൽ ഡാൻസും പിന്നെ ഒരു റീൽസും ഒക്കെ ആയിട്ടുള്ള ഒരു ഇതിലേ ഉണ്ടാവുള്ളൂ. ഫുൾ വീഡിയോയിലൊക്കെ ഞങ്ങൾ കുറവാണ്. ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മള് 3 ആളും കൂടി കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് റിച്ചുവിന്റെ ഇപ്പോഴാണ് കുറെ വീഡിയോസ് ഒക്കെ എടുക്കാൻ കിട്ടിയത്. സമയങ്ങളൊക്കെ ഇനിയിപ്പോ തീരെ ഉണ്ടാവൂല. മാർച്ചിൽ പരീക്ഷ തുടങ്ങുന്നല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന എൻ്റെ ഫോണിലാണ്, എൻ്റെ ടാബിലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വീഡിയോ ചെറുത്ത് കയറ്റി ഇങ്ങനെ കിട്ടുന്നത്. അപ്പൊ റിച്ചു പറയും ഇത് കൊറേ സമയായി. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഞാനും ലച്ചും മാത്രം എൻ്റെ വീട്ടില് കളിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു നേരത്ത് ഇവള് ഐഫ അവളെ പേരിക്ക് അപ്പൊ ഒന്നും അറിയില്ല. അപ്പൊ ഞങ്ങള് ഇവള് എന്നാണ് വിളിക്കില്ല. അപ്പൊ ഐഫ പീഡിയയിലേക്ക് പോവാ. അപ്പൊ ഈ ലച്ചു പറഞ്ഞ് എന്ന് പേര് ചോദിച്ചു നോക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ചോദിച്ചു നോക്കാം, ഒന്ന് കമ്പനി ആവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കരുതി. അപ്പൊ നമ്മള് പീഡിയ പോകുന്ന ഇതില് ഫ്രണ്ടിലെത്തി, വീടിന്റെ ഞങ്ങള് ഇരിക്കുന്നവരെ ഫ്രണ്ടിലെത്തി. അപ്പൊ ഞാൻ അത്യാവശ്യം ഉറക്കായ ഒരു ഡീന്ന് വിളിച്ചു. അപ്പൊ ആ ഡീ വിളിച്ചാല് ഇവളത് കേട്ടില്ല. അപ്പൊ ഇവള് കുറെ എന്നെ കളിയാക്കി. അയ്യേ എന്താണ് വിളിച്ചില്ല അങ്ങനൊക്കെ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കി. അത് കഴിഞ്ഞാൽ ചെരുപ്പെടുത്ത് പോയി കല്യാണം എന്തൊക്കെ ഒരു ദേഷ്യപ്പെട്ടില്ല, കളിയാക്കിയല്ലോ. അപ്പൊ ദേഷ്യപ്പെട്ട് പറഞ്ഞു പിന്നെ എന്തായാലും ചോദിക്കണം പറഞ്ഞോളെ, എന്തൊക്കെ പറയാൻ പറ്റൂല, അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. പിന്നെ ഓളപ്പനോടും ഉമ്മനോടും ഓളെ പേര് ചോദിച്ചു. അപ്പോൾ ഉള്ളിലെറ്റേനു. അങ്ങനെ ഞാൻ റോഡുമ്മ പോയി കുറേ സമയം നിന്ന്. അപ്പൊ ഞാൻ ഇവളെ റോഡുമ്മന്ന് ഇവളെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇവിടെന്താ പീഡിയ ഉണ്ടാക്കാൻ പോയതാണോ, ഇവിടെ വരുന്നില്ല, എന്തൊക്കെ പറഞ്ഞു. അങ്ങനെ പുതിയ ട്രെൻഡിങ് കളിക്കുക അങ്ങനെ പറഞ്ഞ്. അത് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം പിടിച്ച് ഞാൻ അവിടെ പോയിരുന്നു. അപ്പം ഞാൻ അവിടെ പോയിരുന്നപ്പോൾ ഇവള് കയറി പീഡിയെന്ന് വന്ന്. ആ പീഡിയെന്ന് വന്ന സമയത്ത് പിന്നെ ഞങ്ങൾ 2 ആളും കൂടെ ഡീ നട് വിളിച്ച്. അപ്പോഴും ഇവള് കേട്ടില്ല. അപ്പോഴും ഇവള് ഇങ്ങനെ കുലുങ്ങി അവളെ വീട്ടിലേക്ക് പോയി. അത് എന്തൊക്കെയോ പറഞ്ഞു. ജോടെയാണോ ഇവിടെ പട്ടിച്ചറക്കണ വിളിയേക്കൂല, നമുക്ക് ചെവിയേക്കൂല. റോഡൊക്കെ ഒരു മോശം റെഡിയായി. അങ്ങനെ ഇതാക്കി. എന്റെ അത്രേ ഉള്ളൂ, എനിക്ക് അത്ര ഓർമ്മ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു കാര്യം പറയാണ്, ഇപ്പോൾ അവള് പാവാണ്. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയപ്പം പാവാണ്, നല്ല ഫ്രണ്ടാണ്. ഒരു കാര്യമുണ്ട്, ഇപ്പൊ പാവാണെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവളെ മുഖം ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി എടുക്കും. അത് കാണാണ്ട് വരാനുള്ള അവസരം ചെയ്യുന്നുണ്ട്. അതിന് ലച്ചു പറഞ്ഞു എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഞാൻ ഐഫനെ പറ്റി പറയുകയാണെങ്കിൽ ഇവളൊരു ദിവസം എന്താ ലച്ചുവിനെ തൊള്ളാൻ നോക്കി നിന്റെ തൊള്ളില് സ്വാഭാവികം. ഒരു ദിവസം ഞാന് ഒരു അഞ്ചല് പറഞ്ഞ ഒരു ചെറിയൊരു കുട്ടിയുണ്ട്. അപ്പൊ ഓന് 4 വയസ്സ് നിന്ന് അംഗനവാടി 3 വയസ്സ് നിന്ന് അംഗനവാടി ചേർത്ത് ഞങ്ങളെല്ലാരും പോയിരുന്നു. കഥയാണ്. നമുക്കൊരു കാര്യമുണ്ട്, നമ്മളെ
സബ്സ്ക്രൈബേഴ്സിനെ മാത്രം നമുക്ക് ഇഷ്ടമുള്ളൂ. ബാക്കി നമ്മളോട് ഈ വെറുതെ ഒന്ന് കണ്ട് ഈഗോ അടിച്ച് ഈ പെണ്ണുങ്ങൾ ജാടയാണ് അങ്ങനൊക്കെ പറഞ്ഞവര് എന്തിനാ നിങ്ങള് അവർക്ക് എതിരെടുക്കണത്? ഇങ്ങനെ ജാട ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ ഇട്ടത്. അപ്പോൾ അന്നേരം ഉണ്ട് മോളിലൊരു 3 കുട്ടികളുണ്ട്. അതിലൊരു ഒരു കുട്ടി ഉണ്ട്. എൻ്റെ മക്കളെ ഷോക്കിട്ട് ഒരു ഇളഞ്ഞ മുഖം വെച്ചിട്ടുണ്ട്. നീ ലച്ചു പറഞ്ഞു. ഞാനും അൻസല് പറഞ്ഞ ഒരു ചെറിയ കുട്ടി ഉണ്ട് പറഞ്ഞില്ലേ. അപ്പൊ ഞാനും ഓനും റിച്ചുവിന്റെ വീട്ടിലിട്ട് പോയി വരും. അപ്പോൾ അവിടെ അല്ലേ ഓളെ എവിടെ പോയതാണ്. അപ്പോ ഇവളെ ഉമ്മനോട് ഉപ്പനോട് പൈസ വാങ്ങിയിട്ട് പീടിയെ പോയി ചോക്കോബാർ ഇട്ട് വാങ്ങി വരികയായിരുന്നു. അപ്പൊ ഞങ്ങള് വരുമ്പോ ഇവളപ്പയും ഉമ്മയും ചോദിച്ച് ഓന് കുറച്ചിത്തിരി കൊടുത്തോ എന്തോ ചോദിച്ചു. അപ്പൊ ഇവള് പറഞ്ഞ് എന്നിട്ട് അപ്പൊ ഇവള് കുറച്ച് വേണം. അപ്പൊ ഓൻ പറഞ്ഞ് വേണ്ട പറഞ്ഞ്. അപ്പൊ ഇവള് നിർബന്ധിച്ച് കൊടുത്ത്. അപ്പൊ ഞങ്ങള് പേരൊക്കെ ചോദിച്ച് എന്നിട്ട് ഇവളെയും കൂട്ടി കൊണ്ടുപോയി അൻസുന്റെ വീട്ടിൽ പോയിണ്ടേനു. അപ്പൊ ഞങ്ങൾ അവിടുന്ന് കുറച്ചേരം കളിച്ചിട്ട് ഇപ്പൊ ഇവള് വീട്ടിൽ പോയി. അങ്ങനെ ഞങ്ങള് കമ്പനിയായി. ഇപ്പൊ നല്ല പിന്നെ ഇവള് പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു എടീ നമ്മൾ നേരത്തെ ഇന്നാള് പറഞ്ഞില്ലേ ജാടയാണ് ഈ കുട്ടി ഇങ്ങനെ ജാട പൊട്ടിച്ച് ചേർക്കണേ. അതൊക്കെ ഓളിനോട് വന്ന് പറഞ്ഞ് നല്ല സ്വഭാവമാണ്. ഇപ്പോഴൊക്കെ നല്ല സ്വഭാവമാണ്. ഇവള് സ്വിമ്മിംഗ് പൂളില് ഞങ്ങളെ കളിക്കുന്നുണ്ട്. ഊഞ്ഞാലാടാൻ ഒന്ന് വിചാരിക്കരുത്. അപ്പൊ എന്ത് വേണമെങ്കിലും പറയാലോ. ഒന്ന് വിചാരിക്കരുത്. ഊഞ്ഞാലാടാൻ കമ്പനിയായ സമയത്ത് ഇങ്ങനെ പറഞ്ഞു പാവാണ് ഓളെ സ്വഭാവം അങ്ങനെയൊന്നുമില്ല. നമ്മള് പറഞ്ഞപ്പോ വിചാരിച്ചമാരൊന്നുമില്ല. പാവ ഒരു കുട്ടിയാണ്. പക്ഷെ ഞാൻ അവരെ കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ തന്നെ. പക്ഷെ ഒരു ദിവസം ലച്ചുവിനെ എനിക്ക് പരിചയപ്പെട്ടാൻ കഴിഞ്ഞ്, ഒരു ദിവസം റിച്ചുവിനെ, രണ്ടാളെ ഒരുമിച്ച് കിട്ടിയില്ല. പിന്നാണ് രണ്ടാളെ ഒരുമിച്ച് കിട്ടിയത്. ഒരു കാര്യം ചോദിക്കട്ടെ എന്നോട്, ഞങ്ങളെ പറ്റി എനിക്കിത് തോന്നിയോ പട്ടിഷമാണ് ജാലയാണ് തോന്നിയില്ല. ഞാൻ ഇവിടെ ഞാനിപ്പോ പുതിയ വീട് എടുത്തതാണ്. അതാണിത്. പുതിയ വീട് എടുത്തിട്ട് ഞാൻ എന്നെ കാണുന്നത് ഒരു വട്ടം നമ്മള് കാറിന് സംസാരിച്ചിട്ട് ഞാൻ അപ്പോഴും ഒരു കണക്ഷൻ ഉള്ളൊരു ഓളെ പപ്പയ്ക്ക് ടാറ്റയുണ്ട്. കാരണം ഓളെ പപ്പേന്റെ അച്ഛനൊരു ഫ്രണ്ട്സ് ആണ്. അവർക്ക് മുന്നേ ഒക്കെ അറിയാം ഈ വീട് ഉണ്ടാക്കുന്നതും ഒക്കെ അറിയാം. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഞങ്ങളൊരു വീട് ഉണ്ടാക്കുമ്പോ കേറി. പക്ഷെ റിച്ചുവിനെ ഞാൻ കണ്ടുകൂട്ടിക്കണേ. റിച്ചുവിന്റെ പേര് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല. നമ്മള് കാറിന് ഇങ്ങനെ ചോദിച്ചിട്ട് നല്ല ജസ്റ്റ് മറന്നു പോവാ. കാരണം ഒരു ദിവസം ചോദിച്ചാൽ നമുക്ക് വേഗം മറന്നു പോയി. 2025 25 ഇതൊരു വർഷമാണ്. അങ്ങനെ ഇവളെ പപ്പ എന്ത് ചെയ്ത് എനിക്ക് ടാറ്റ ഉണ്ട്. അപ്പൊ ഞാൻ ഇവളെ പപ്പയ്ക്ക് ടാറ്റ ഇട്ട്. അത് കഴിഞ്ഞാൽ ഇവള് ബാക്കിലായിരിക്കേ. പൊതുവെ അവള് ബാക്കിലായിരിക്കല്ലേ. അവള് ഇങ്ങനെ എത്തി വെക്കണമൊക്കെ കാണാനുണ്ട്. ഇങ്ങനെ എന്റെ വീടിന്റെ ഫ്രണ്ടിലെ ഓള് നോക്കി. അപ്പൊ ഞാനൊരു ജസ്റ്റ് ഒന്ന് കമ്പനി ആവാൻ വേണ്ടിട്ട് എന്നോ ഒരു പേര് വെച്ചിരുന്നു. അന്നൊരു കമ്പനി ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കാൻ വേണ്ടിട്ട് ഒരു ടാറ്റ ഇട്ടപ്പോ ഇവള് ടാറ്റ അറിയില്ല. എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. എപ്പോഴാ പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ചമ്മി പോയി. പിന്നെ ഞാനും കണ്ടില്ലല്ലോ ഭാഗ്യം വിളിച്ചാണ്ട് പോയതാ. പിന്നെ നമ്മള് കാറിന്ന് ഇങ്ങനെ ഫോണ് കളിച്ച് സംസാരിച്ചു. അത് ഒരു ദിവസം. പിന്നെ അങ്ങോട്ട് കമ്പനിയില്ല. ഇപ്പൊ നമ്മള് വീടുണ്ടാക്കി ഇവിടെ കൂടിയപ്പം. പക്ഷെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇനി മാറൂല. ഞാൻ ഇവിടെ തന്നെ ആയിക്കോട്ടെ. റിച്ചു എങ്ങനെ സൈക്കിൾ ഓട്ടാനുണ്ട് ഞങ്ങള് കല്യാണം കഴിച്ച് പോവില്ല. ഇവർ രണ്ടാളും ഞാൻ സൈക്കിളൊക്കെ ഓട്ടാൻ പഠിപ്പിച്ചു. എന്നിട്ട് ഈ പറഞ്ഞു എന്തെങ്കിലും സൈക്കിൾ ഓട്ടാൻ ട്രിബിള് വെച്ചിരിക്കണ്. പക്ഷെ സൈക്കിൾ അത്ര ഓട്ടാൻ കഴിയൂല. അത് എല്ലാരെയും വീട്ടിട്ട് ഇറക്കത്തുമ്പോന്ന് രണ്ടാള് വീഴുണ്ട്. ഞാൻ ഇരുന്നിട്ട് ഭയങ്കരമായ ഒരു ഇറക്കുണ്ട്. അത് ഫസ്റ്റ് ടൈം ആട്ടോ. എപ്പോഴും വീട്ടിലല്ല, ഫസ്റ്റ് ടൈം. ഇവിടെ ഈ സ്ഥലത്ത് അപ്പുറത്തേക്ക് വലിയൊരു അങ്ങോട്ടേക്ക് വീണ കഴിഞ്ഞാൽ ഒരു പൊടി പോലെ കിട്ടൂല. വലിയൊരു സംഭവം ഉണ്ട്. അപ്പൊ ഞാൻ അന്ന് ഇവളോട് സമ്മതിച്ചു. എടി കണ്ണും പൊട്ടി പോവാ. ഇവളാണൊക്കെ നമ്മള് നിന്റെ രീതിയിലുള്ള പ്രവർത്തനം ഞാൻ ചെല്ലുന്നുണ്ട്. ഇവിടെ രീതിയിലുള്ള പ്രവർത്തനം. എന്നിട്ട് പാട്ടും പാടി എല്ലാം ചാവട്ടെ. എന്നിട്ട് ഞാൻ ഇവളോട് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കാണാൻ. എന്നിട്ട് ഇവള് ലച്ചുനെ വിളിച്ച് പറയാ എന്താ പറയാ ഹോസ്പിറ്റലില് ഫ്രൂട്ട്സ് കൊണ്ടുവരണം, ഞങ്ങൾ അവിടെ കിടക്കണ്ടിട്ടോ അങ്ങനൊക്കെ പറഞ്ഞ് പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, കണ്ണും പൊട്ടിട്ട് വിട്ട്. അല്ല ഐഫ പറഞ്ഞില്ല, കാര്യം വിട്ടോയി. ഐഫ പറഞ്ഞ്
ഐഫ പറഞ്ഞു നീ ടൈഫയ്ക്ക് എന്തേ പറയണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ അങ്ങനെ പെടഞ്ഞ് 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 ലാസ്റ്റ് ഞാൻ എന്നെ കൊണ്ടേ വിധിക്കണ്. ഒരു അമ്മളാണെങ്കിൽ ഇങ്ങനെ പോയൊരു പാറക്കല്ലുണ്ട് ഗൈസ്, അതിനെ കൂടി എനിക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ റിച്ചുവിനെ കൊണ്ടുപോയത് പകരം വീട്ടിയാ ഫസ്റ്റ് ഞാൻ നമ്മളെ വീട്ടിൽ ഇവളുണ്ട് മതിൽമലേക്ക് ഇങ്ങനെ കൊണ്ടുപോവളിന്നെ. അപ്പൊ നാളെ ചിലപ്പോൾ റമദാന്റെ വീഡിയോ ഉണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ദിസ് ഈസ് ലച്ചു, ദിസ് ഈസ് ഐഫ, ദിസ് ഈസ് റിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ